ഹലോ ഹായ്, എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്ന നിങ്ങൾക്കൊരു ഈ തോത്താപ്പൂരി മാങ്ങേൻ്റെ ഒരു അച്ചാറിടുന്നതാണ്. ഒരു പെട്ടെന്നാകുന്ന 2 മിനിറ്റിൻ്റെ അച്ചാറാണ്. മറ്റേ കൊല്ലങ്ങളോളം നിൽക്കുന്ന അച്ചാറല്ല. അതിന് കുറേ പണിയും കുറേ മസാലയും. ഇത് നമുക്കൊരു വീട്ടിൽ പെട്ടെന്ന് ചോറിനോ എന്തിനെങ്കിലും കൂട്ടുകറി പെട്ടെന്നാകുന്ന. പിന്നെ അത് എന്നാന്ന് വെച്ചാൽ ഒരു മാങ്ങ ചെറുങ്ങനെ മുറിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെക്കുക. പിന്നെ ഒരു 3-4 മണിക്കൂർ വെച്ചാലും നല്ല. രാത്രി മുറിച്ചിട്ട് രാവിലെ ആയാലും ഒന്നുമില്ല. പിന്നെ ഗ്യാസ് കത്തിക്കുക, ചീനച്ചട്ടി വെക്കുക, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിക്കുക, അതിൽ കുറച്ച് കടു ഇടുക. പിന്നെ ഒരു 10 മണി ജീരകം, 10 മണി ഉലുവ എല്ലാം ഇടാം കടുവിൻ്റെ കൂടെ. പിന്നെ നമ്മൾ മുറിച്ചിട്ട് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ എല്ലാം കുഞ്ഞു ചെറുതാക്കി മുറിച്ചിട്ട് എല്ലാം അതിലിടുക. ഇതെല്ലാം പൊരിഞ്ഞതിൻ്റെ ശേഷം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി ശരിയായി വരുമ്പം കുറച്ച് കരുവാമ്പും ചപ്പ് മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് പറ്റുക. എന്തും നിങ്ങൾക്ക് കുറച്ച് തോന നേരം ഇങ്ങനെ നല്ലോണം ഇളക്കി അതിൻ്റെ ഒന്ന് വാടി വരുമ്പോൾ ഈ തലേന്ന് മാങ്ങ ചെറുങ്ങനെ മുറിച്ചിടണം. എന്നിട്ട് വെക്കണം ഉപ്പ് ഇട്ടിട്ട്. പിന്നെ ഞങ്ങളിത് വാടുമ്പോൾ അതിൽ കുറച്ച് കായപ്പൊടി ഇടുക. കായപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. കായപ്പൊടി ഇട്ട് ഇളക്കിയതിൻ്റെ ശേഷം അതായി എന്ന് കാണുമ്പോൾ പിന്നെ ഒരു ലേശം മുളക് പൊടി, ഒരു 2 സ്പൂണ് മുളക് പൊടി അതിൻ്റെ അകത്ത് ഇടുക. എന്നിട്ടൊന്ന് നല്ലോണം പിന്നെയും അത് ഇളക്കുക. നിങ്ങളധികം ആളും വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും ചോറിൻ്റെ പൊടിയും ചപ്പാത്തി, ദോശ എന്തിൻ്റെ പൊടിയും എല്ലാം കൂട്ടുക. എല്ലാവരും ഉണ്ടാക്കുന്ന ഇത് 2 മിനിറ്റിൽ ആകുന്ന റെഡിമെയ്ഡ് പോലെ. പിന്നെ മറ്റേ നമ്മളെ വലിയ ശരിയായ മാങ്ങേൻ്റെ അച്ചാർ, മാങ്ങ നുറുക്കി കൊണ്ടുവന്ന് അതിൻ്റെ വിത്തും കാര്യമെല്ലാം വേറിയാക്കണം. അതെല്ലാം കുറേ ബുദ്ധിമുട്ടുള്ള. ഇത് പെട്ടെന്നാണ്. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ഇത് നല്ലോണം ഇളക്കി ഇതായി വരുമ്പോൾ കുറച്ച് നല്ലോണം ഇളക്കി ഇതായി വരുമ്പോൾ നമ്മളെ ചുരുക്ക ഉണ്ടല്ലോ, വിനാഗിരി, അത് കുറച്ച് അതിൽ ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി കുറച്ച് അതിലൊഴിച്ച് എല്ലാം കൂടി ഇളക്കി എല്ലാം ശരിയായി കുറച്ച് നല്ലോണം ഒന്നങ്ങ് മൂക്കുന്ന പോലെ വറുത്തെടുക്കുക. ഇതാകുമ്പോൾ കുറച്ച് വിനാഗിരി ഇട്ടതിൻ്റെ ശേഷം മുന്നേ ഇളക്കി. പിന്നെ ഇന്നലെ നമ്മൾ ഉപ്പിലിട്ട് വെച്ച ആ മാങ്ങ കഷ്ണം, ഇന്നലെ വേണമെന്നൊന്നുമില്ല, ഒരു 3-4 മണിക്കൂർ ഉപ്പിലിട്ടിട്ട് വെച്ചാലും മതി. തലേന്ന് മുറിച്ചിട്ട് വെച്ചാലും ഒന്നുമില്ല. ആ മാങ്ങ അതിലിട്ടിട്ട് നല്ലോണം ഇളക്കുക. മാങ്ങയിലിട്ട് ഇളക്കി ഇത് നമ്മളെ മേഗിയെല്ലാം പറയുന്ന പോലെ 2 മിനിറ്റിലാകുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ നല്ലോണം ഇളക്കി ജോയിൻ്റാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിനെ വിടുക, തണിയം വെക്കുക. അതിൻ്റെ അകത്തെല്ലാം ഉപ്പ് മുളകെല്ലാം നിങ്ങൾക്ക് മതിയോ എന്നൊന്ന് നോക്കുക. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അത് തീ ബന്ധാക്കിയിട്ട് വെക്കുക. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അത് തണുത്താൽ ഒരു ഭരണിയോ നന്നുള്ള അതിൻ്റെ അകത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കുക. അതിൻ്റെ ഉപ്പും കാര്യവും എല്ലാം പിടിച്ചിനോ എങ്ങനെയാണ് എന്താ എല്ലാം നോക്കുക. എന്നിട്ട് ഒരു ഭരണി എടുത്ത് വെച്ച് കുറച്ച് നേരം വെച്ച് തണിഞ്ഞതിൻ്റെ ശേഷം ആ ഭരണിയിലേക്ക് മാറ്റുക. ആ ഭരണിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് ഉപയോഗിക്കാം. 1-2 ദിവസം വെച്ചാൽ അത്ര നല്ലതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഞാൻ വേറെ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് വരാം. ബായ്.